ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ ഒരു DIY ക്യാമറയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറും ഫസ്റ്റത്തെ ഷീറ്റിൽ എക്സ്ട്രാ 1/2 സെൻറ്റിമീറ്ററും രണ്ടാമത്തെ ഷീറ്റിൽ എക്സ്ട്രാ 1 സെൻറ്റിമീറ്ററാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉള്ളിലും ഫോൾഡ് ചെയ്തെടുക്കണം. ഉള്ളിലോട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത്. എല്ലാം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഗമ്മ് തേക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഫസ്റ്റ് മറ്റേ ഷീറ്റ് ഈ ഷീറ്റിലോട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ സർക്കിളിൻ്റെ മുകളിലാണ് ഒട്ടിച്ച്, രണ്ടാമത് സർക്കിളിൻ്റെ താഴെ, പിന്നെ ഈ ബോക്സിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിയിട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കേട്ടോ ട്വിസ്റ്റ് ചെയ്യേണ്ടത്, ഇതേപോലെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഇൻസ്റ്റെക്സ് മിനി 12 ആണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാമറ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ മേടിക്കാൻ പറ്റില്ല. നമുക്കിത് ഉണ്ടാക്കാമല്ലോ. ഇതേപോലെയാണ്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ചാർട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനിത് വൈറ്റ് പേപ്പറിൽ ഞാനത് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾക്കിത് ഫോട്ടോ എന്തെങ്കിലും ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ ഇത് ഞാനതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കരുത്. ഞാൻ ഒട്ടിച്ചു കൊടുത്ത് അപ്പം തന്നെ ഇത് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കി, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് വേണം നിങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ അതും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.